നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. നമ്മൾ ഒരുപാട് യാത്രകൾ കേരളത്തിന് പുറത്തുമൊക്കെ യാത്ര ചെയ്ത് വ്യത്യസ്തമായ അതികളെ പരിചയപ്പെടുത്തി വരുന്നൊരു എപ്പിസോഡാണ് നമ്മുടെ പ്രോഗ്രാം, സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം. നമ്മൾ എന്താ പറയുക, ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്ര. എന്തായാലും ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂടടുത്ത് തൈക്കാടിനടുത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ബൈക്ക് വർക്ക്ഷോപ്പിൽ, അതായത് റൈഡേഴ്സ് പോയിൻ്റ് എന്ന് പറയുന്നൊരു വർക്ക്ഷോപ്പിൽ അദ്ദേഹം താഴേക്ക് ഇറങ്ങിയ സമയത്ത് എന്തോ ഒരു അതിഥി ഇവിടേക്ക് അറിയാം. ഇവിടേക്ക് ഒരു 100 കണക്കിന് പാമ്പ് ഈ ഭാഗത്തേക്ക് ഒരുപാട് അതികൾ ഞാൻ എടുത്തിട്ടുള്ള സ്ഥലമാണ്. മൂർക്കൻ അതിൽ വരൾ എടുത്തിട്ടുള്ള സ്ഥലമാണ്, അണലി അതിൽ എടുത്തിട്ടുള്ള സ്ഥലമാണ്, കാട്ടുപാമ്പ് അതിൽ എടുത്തിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം താഴേക്ക് ഇറങ്ങി എന്തോ ഒരു സാധനം ഇഴഞ്ഞ് അദ്ദേഹത്തിൻ്റെ റൂമിനകത്തേക്ക് കയറിയെന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്നും അദ്ദേഹത്തിന് അറിയില്ല, പെട്ടെന്നാണ് കയറിയത്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് ഒരുപാട് തിരക്കുള്ളൊരു സ്ഥലമാണ്, നല്ല റോഡ് സൈഡാണ്. അതായത് നമ്മളറിയാമല്ലോ, നമ്മൾ MC റോഡിൻ്റെ സൈഡാണ്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട വർക്ക്ഷോപ്പിൻ്റെ ഓണർ അദ്ദേഹത്തിന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്തേക്ക് പോകാം. നമസ്കാരം, സുഖമായിരിക്കുന്നല്ലോ? എന്താ പേര്? സുമേഷ്. ഇത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? 1 വർഷമായുള്ളോ? താഴെ ഇവിടെ തന്നെയാണോ? വേറെ 3. അപ്പോൾ 3-4 വർഷം. 4 വർഷം കൊണ്ട് വർഷം പണി. അപ്പോൾ 4 വർഷത്തിൻ്റെ ഒരു യാത്രയൊന്നുമല്ല, ഒരു 150 വർഷാപ്പ് വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ 4 വർഷത്തേക്കുള്ള കഴിവൊന്നും അതിന് മുന്നേ വർഷാപ്പ് ഉണ്ട് വേറെ സ്ഥലങ്ങളിൽ. 12 വർഷം. ഇതിപ്പോൾ എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞേ? താഴെ. ഓക്കെ. അപ്പോൾ നമുക്ക് സമയം കളയാനില്ല, നോക്കാം നമുക്ക് നമ്മുടെ അതിഥി ആരാണ്. ഇതെല്ലാം നമ്മുടെ ഇതിനുള്ള മെറ്റീരിയൽസാണ് അല്ലേ, ഇതിൻ്റെ സാധനങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പാസുകളാണ്, പഴയത്. ഇതൊക്കെ നമുക്ക് ഉപയോഗമുള്ളതാണ്, ആക്രിക്ക് കൊടുക്കാനുള്ളത്. നമസ്കാരം, എന്താ പേര്? ശ്യാം. അപ്പോൾ ഇത് എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞു? ഇതിനകത്തോട്ട് കയറി പിന്നെ കണ്ടിട്ടില്ല. ഓ, അപ്പോൾ ഇവിടെ അതിൻ്റെ പുറകിലൊക്കെ ഇങ്ങനെ അടുത്ത പറമ്പ് കാട് കയറി കിടക്കുകയാണല്ലേ? ഓ, അപ്പുറത്ത് വയലല്ലേ? ഓ, അപ്പോൾ ഇവിടെ നിന്ന് കയറി വരാൻ സാധ്യത കൂടുതൽ. ഇവിടെയൊക്കെ നല്ല കാട് കയറി അടിപൊളി. ഇവിടെ നിന്നൊക്കെ ഞാൻ ഒരുപാട് വാഹനം എടുത്തിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ താപ്പോട്ട് ഇത് സമന്വയ നേരെ പോണ വഴിയല്ലേ? അതിൽ ഈ റോഡ് ആ റോഡിൽ കണക്ഷൻ ആവും. ഓ, അപ്പോൾ ഇവിടെയൊക്കെ ധാരാളം അതിഥികളുടെ സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് ഒരുപാട് അതിഥികൾ ഞാൻ ഈ ഒരു മേഖലയിൽ വെഞ്ഞാറമൂട് കാരേറ്റ് ഈ ഭാഗത്തൊക്കെ ഒരുപാട് എടുത്തിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനകത്ത് കയറിയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് വെച്ചാൽ ഇതിനകത്ത് കയറിയെന്നുള്ളതിൻ്റെ ആ തെളിവ് നമുക്ക് ഈ കുറച്ച് തടി ഉളുത്ത ഉറുമ്പ് കൊണ്ടുവന്ന സാധനങ്ങൾ അതിൽ ഇഴഞ്ഞ പാടുണ്ട്. നമുക്ക് അതിൽ ഇഴഞ്ഞ പാടാ പണ്ടിലുണ്ട്. അപ്പോൾ അതിന് ഇന്നലെ കയറിയെന്നുള്ളതിന് ഉറപ്പായി. അപ്പോൾ ഇതിനകത്ത് ഇരിക്കാനായിട്ട് ചേരയാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിപ്പോവും. എന്താണെന്ന് പുള്ളി കണ്ടിട്ടില്ല. പുള്ളി ഇതിനകത്ത് കയറി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതിനകത്ത് കാണുന്നില്ല. ഏകദേശം 1 മണിക്കൂറോളമായി സംഭവം നടന്നിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരാളിവിടെ നോക്കി നിൽക്കായിരുന്നു. അപ്പോൾ എന്താണെന്നൊന്നും അവർ കണ്ടില്ല. ആളിങ്ങോട്ട് കഴിഞ്ഞ് കയറി. ഒരാൾ പുറത്തേക്ക് ഓടി, ഒരാൾ അകത്തേക്ക് ഓടി. ഇതിനകത്തില്ല. വലുതല്ലായിരുന്നോ? വലുത്. അപ്പോൾ ഇതിനകത്ത് എന്തായാലും ഇല്ല. അതിനകത്ത് പിന്നെ ഇങ്ങോട്ട് നിങ്ങൾ ഇവിടുന്ന് പോയിട്ടില്ലല്ലോ. ആ കണ്ടിലേക്ക് ഉടനെ തിരിച്ചു വന്നല്ലോ. പിന്നെ എങ്ങും പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിനകത്തില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെച്ചാൽ നല്ല പ്രത്യേകത ഈ എന്താ പറയുക, കുറച്ച് സ്ക്രാപ്പ്, അതായത് എല്ലാം കൂട്ടിയിട്ടൊക്കെയല്ല, ഓരോരോ കുട്ടയിലും മറ്റേ ബോക്സിലൊക്കെ വെച്ചാൽ. അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാം. അപ്പോൾ എന്നിട്ട് അതിനകത്ത് പിന്നെ നമുക്ക് ഇവിടെയെങ്കിലും നോക്കണം. ഇങ്ങോട്ട് എന്തായാലും പോയിട്ടില്ല. ഒരാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരാൾ അങ്ങോട്ട് ഓടിയിട്ട് പുള്ളി തിരിച്ച് ഇവിടെ തന്നെ വന്നു. ആ സമയത്ത് ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഹോളുണ്ട് കേട്ടോ. ആ സൈഡിലൊരു ഹോളുണ്ട് കേട്ടോ. അതൊന്നും ഇരിക്കാണ്ടൊരു സാധ്യതയില്ല. നല്ല കാണാം നമുക്കിവിടെ. പിന്നെ ഉണ്ടെന്ന് പറയാനായിട്ട് ഉള്ളത്, ആ ടയറിനകത്ത് കയറില്ല. പിന്നെ നമുക്ക് ഏറ്റവും വലിയ സാധ്യത ഇതൊരു ഹോളാണ്. അതവിടെ ഇങ്ങോട്ട് വന്ന ഈ സൈഡ് വഴിയാണ് വന്നാൽ നേരെ ഇങ്ങനെ സാധ്യതയുള്ളൂ.
ഓ നല്ല ചപ്പുണ്ട്. ഇങ്ങോട്ടൊന്നും പിന്നെ കിട്ടാനേ പോകുന്നില്ല. ഇവിടെ കണ്ടല്ലേ ഇതിൻ്റെ അടി. പിന്നെ ഇതിനകത്ത് വലയിട്ടുണ്ട്, അതിനകത്തും പോകും. ഇതിനകത്ത് പോകാനും സാധ്യതയുണ്ടോ? ഇവിടെ നല്ല ഗ്യാപ്പില്ല. ഈ ഒരു വഴിയുള്ളൂ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ. അവിടെ ഇല്ല. അടിപൊളി ഇതായിരിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരൻ കണ്ടത് മോശമല്ല, കണ്ടത് കറക്റ്റ്. പക്ഷേ ഒരു അത്ര വലുതൊന്നുമല്ല, ഒരു ചെറിയ അതിഥി. പുള്ളി പറഞ്ഞു വെച്ചാൽ ഭയങ്കര വലിയ സൈസ്, വലിയ സൈസല്ല, ചെറിയ അതിഥി. പക്ഷെ അതിലുപരി ഇന്ന് കറക്റ്റ് ആണി കയറി. ഇന്നലെ ഒരു അതിഥിയെ പിടിക്കാൻ പോയ സ്ഥലത്തൊക്കെ ഒരു കമ്പി അടിച്ച് നെറ്റി കയറി. ഇന്നലെ ഇതായിരുന്നു കിട്ടി. ഇന്നലെ ഉച്ചയ്ക്ക് കിട്ടി ഇതായിരുന്നു. ഇന്നിപ്പോൾ കമ്പിയും കയറി. അപ്പോൾ അടുത്ത ദിവസങ്ങളിലെല്ലാം കിട്ടുന്നുണ്ട് നന്നായിട്ട്. ഒരു പൊടിയും വയ്യ ആശാന്. ഓക്കെ, ദേഹത്തൊക്കെ മുഴ കണ്ടോ. ഒരു എന്താ പറയുക, കഴിക്കാൻ വയ്യെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നല്ല വയ്യായികയുള്ള ഒരാൾ. ഈ സാധനങ്ങൾ മാറ്റുന്ന വേറെ ഒന്നും കൊണ്ടില്ല. അത് അവ ഇരിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. വേണ്ട, തീരെ ചെറുതല്ല. എന്തായാലും എൻ്റെ പ്രായം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. 3-4 വയസ്സിന് മേളിൽ പ്രായം വരും. അതിലുപരി വേറൊരു പ്രത്യേകത ഉള്ളത്, നല്ല ബാസ്, നല്ല ചീറ്റൽ. ഇതുണ്ടോ, നല്ല വയ്യായികയുണ്ട്. കേട്ടോ, ദേഹത്തെ മുഴ ഉണ്ട്. ഇതാണ്ട മുഴ, ആ സൈഡിൽ മുഴ. പക്ഷെ അത് പൊട്ടിയിട്ടുണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. പൊട്ടിയിട്ടത് കൃമിയാവും. അതിനകത്ത് വാംസമുണ്ട്, വിരയുണ്ടാവും. അതിൻ്റെ മറ്റേ പുഴുക്കൾ, ചെറിയ പുഴുക്കളുണ്ടായിട്ട് അത് വലിയ ഹോളാവും. കണ്ടോ, അത് പൊട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ്ട് ഈ സൈഡിലൊക്കെ ഉണ്ട്. 3-4 മുഴയുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇതിനെക്കുറിച്ച് ഒരു പഠനവും നടന്നിട്ടില്ല. ഈ മുഴ വരുന്നത്, ഈ വാമ് പറഞ്ഞത്, ഈ ഇങ്ങനെ ബൾജ് വരുന്നത് നമുക്ക് ഒരുപാട് നമ്മുടെ പ്രേക്ഷകരിലേക്ക് 10, 15, 20 മുഴകളുള്ള സാധ്യതകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഫീമെയിലാണ്, പെണ്ണതിയാണ്. കാരണം പെണ്ണതി എന്ന് പറയാൻ കാരണം നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നമ്മൾ വാല് നോക്കിയിട്ട് നമ്മൾ പെണ്ണതി പറയാറുണ്ട്, തല നോക്കിയിട്ട് പറയാറുണ്ട്. അതിലുപരി ഈ ചെറിയ പാറ്റേൺ, ഇത് ശരീരത്തിൽ വരുന്ന ചെറിയ ഡിസൈൻ, അറിയാലോ, നമ്മൾ ആ സ്കിന്നിൽ വരുന്ന ചെറിയ 6 മൂലയുടെ പാറ്റേണിൻ്റെ ഇത് നോക്കിയിട്ട് നമുക്ക് ആണാണോ പെണ്ണാണെന്ന് പറയാൻ പറ്റും. പിന്നെ വേറെ ദിവസം ഇപ്പോൾ ഇനി അങ്ങോട്ട് പാമ്പ് പിടുത്തക്കാർക്ക്, പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർക്ക് ആണും പെണ്ണും പറയാൻ വലിയ പാടൊന്നുമില്ല. കാരണം പെൺപാമ്പുകളെല്ലാം മുട്ടയിട്ട് തുടങ്ങി. മുട്ടയിട്ട് കഴിയുമ്പോൾ തന്നെ വയറ് നല്ല പരന്നിരിക്കും, നല്ല ഒട്ടി വരും. നമ്മൾ പിടിക്കുമ്പോൾ തന്നെ വയറിങ്ങനെ പടന്നു വരും. അപ്പോഴും നമുക്കറിയാം ഇത്. അപ്പോഴും നമ്മൾ അതിനെ ആ പെണ്ണാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിൻ്റെ തലയുടെ പാറ്റേണും വാലിൻ്റെ നീളവും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മോശം പോകുന്ന ഭാഗത്ത് മുട്ടയിട്ട് വരുമ്പോൾ അവിടെ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ അത് ഇങ്ങനെ തുറന്നു വരും, വികസിച്ചു. അത് ഫീമെയിലിന് മാത്രമേ ഉള്ളൂ, മുട്ടയിട്ടിന് മാത്രം. അപ്പോൾ ഞാനൊക്കെ ആദ്യം ആണും പെണ്ണും തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് അങ്ങനെ. ഇപ്പോൾ ഇദ്ദേഹം പെണ്ണാണ്, ഇദ്ദേഹം മുട്ടയിട്ടില്ല, ഇദ്ദേഹം ഇണ ചേർന്നിട്ടില്ല. കാരണം ഇദ്ദേഹത്തിന് വയ്യായികയാണ്, നല്ല ടൈം. ഇപ്പോൾ ഇതിലിപ്പോൾ നമുക്കറിയാം, നമ്മളൊരു വർഷത്തിൽ ഞാൻ കഴിഞ്ഞ വർഷം 2000-ഓളം അതികളെ പിടികൂടി. അതിൽ എനിക്കൊരു 100-ൽ കൂടുതൽ അതിൽ മണ്ണെണ്ണ വീണത്, വണ്ടി തട്ടിയത്, ആളുകൾ ഉപദ്രവിച്ചത്, അടിച്ചിട്ട് നട്ടല് പൊട്ടിയത്, കൂടുതലും വരുന്നത് കമ്പിയിട്ട് കുത്തിയത്. ചിലപ്പോൾ മാളത്തിനകത്ത് വരുമ്പോൾ ഇവരുന്ന് ഒരു കമ്പിയിട്ട് കുത്തി കൊടുക്കും. അപ്പോൾ ഇത് പൊത്തകത്ത് പോകും. എന്നിട്ട് പിന്നീട് കുറേ നേരം കഴിയുമ്പോൾ അത് വയ്യാതെ ഇറങ്ങി പുറത്തിറങ്ങുമ്പോൾ നമ്മളെപ്പോൾ വിളിക്കും. നമ്മൾ അതെടുത്ത് കൊണ്ടുവരുമ്പോൾ അതൊരു ചിലപ്പോൾ ഒരു 5-6 ദിവസം അതിരിക്കും. അത് കഴിയുമ്പോൾ മരിച്ചു പോകും. ഈ അപകടത്തിൽപ്പെടുന്ന പാമ്പുകൾക്കൊരു പ്രത്യേകം നമ്മൾ വ്യക്തമായിട്ട് പറയാൻ കാരണം, ഇത് നമ്മൾ വ്യക്തമായിട്ട് പറയണം. പാമ്പിൻ്റെ അപകടത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചിലപ്പോൾ പല വാർത്തകൾ വരുന്നുണ്ട്, പാമ്പിനെ കൊണ്ടുവന്ന് അതിനെ കീറുന്നു, അത് ചെയ്യുന്നു, അതിനെ കുത്തി കെട്ടുന്നു ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിലൊന്നും 99.3% രക്ഷപ്പെടാറില്ല.
കാരണം നമുക്കറിയില്ല പൂജപ്പുര സ്നേക്ക് പാർക്ക് ആയിരുന്നാലും തിരുവനന്തപുരത്ത് മൃഗശാല ആയിരുന്നാലും ഒക്കെ അവിടെ കൊണ്ടുവരുന്നതൊക്കെ അവർ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ അവർ രക്ഷിക്കാൻ വേണ്ടി അതൊക്കെ മരണപ്പെടും. സത്യം പറഞ്ഞാൽ ഈ എന്തായാലും 1000 അതിഥികളെ കളക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിടികൂടുമ്പോൾ അതിൽ 10-100 വരെ വിയോഗപ്പെടാം, മരണപ്പെടാം. പല പല അസുഖങ്ങൾ, പല പല അപകടങ്ങളിൽ പെട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം 2000-ഓളം അതിൽ പിടികൂടും. ഇപ്പോൾ നമ്മൾ പിടികൂടുന്നതെല്ലാം അറിയാമല്ലോ, നമ്മൾ പിടികൂടുന്നതൊക്കെ പരമാവധി ഉള്ളത് നമ്മുടെ എപ്പിസോഡ് നമ്മൾ പരിചയപ്പെടുത്തും. അപ്പോൾ ഫീമെയിൽ പറയാൻ വേണ്ട, ഇത് ഫീമെയിൽ എന്ന് പറയാൻ ഞാൻ പറഞ്ഞാൽ സ്കിന്നിൻ്റെ ഇത് പാറ്റേൺ നോക്കിയിട്ട് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ വലിപ്പച്ചെറുപ്പം നോക്കിയിട്ട് ഫീമെയിൽ ആണെങ്കിലും പറയാൻ പറ്റും. പടം പൊഴിക്കുന്നത് കണ്ടാലും ആണുള്ള പെണ്ണാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ യാത്രക്കിടയിൽ കിട്ടുന്ന, വർഷാവർഷം കിട്ടുന്ന ആണും പെണ്ണിനെ മുട്ടയിട്ട് കഴിയുമ്പോൾ പെണ്ണിനെയും കിട്ടും ആണിനെയും കിട്ടും. അപ്പോൾ ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ അത് ആണാണെന്ന് പെണ്ണാണെന്ന് നമുക്കറിയാൻ പറ്റും. വാലിൻ്റെ നീളം കൂടിയിട്ട് നമുക്കറിയാൻ പറ്റും ആണാണോ പെണ്ണാണോ. ഇപ്പോൾ പെണ്ണാണെങ്കിൽ മുട്ടയിട്ട് കഴിഞ്ഞാൽ വയറ് പരന്നിരിക്കുന്നുണ്ട്. അന്ന് തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങും. ആദ്യ കാലഘട്ടം, എൻ്റെ ആദ്യ കാലഘട്ടം മുട്ടയോടുകൂടി പിടികൂടും. അപ്പോൾ പെണ്ണ് മാത്രമേ വേണ്ട, മുട്ടയ്ക്ക് ചുറ്റും മുട്ടയ്ക്ക് മേളിൽ കാവലിരിക്കുന്നു. അപ്പോൾ അതിനെടുത്ത് നമ്മൾക്ക് വയറ് പരന്നിരിക്കുന്നു, ബാക്കി നമ്മൾ വാല് നോക്കുന്നു, പിന്നെ അവരുടെ തല നോക്കുന്നു. അങ്ങനെയാണ് ആണോ പെണ്ണോ നമ്മൾ കൗമുദിയുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം വഴി നമ്മുടെ പ്രേക്ഷകരെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും വളരെ സന്തോഷം, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് പിടികൂടിയ മുറുകൻ അതിഥിയോടൊപ്പം തന്നെ നമ്മുടെ വീണ്ടും ഞാൻ ഈ അടുത്തൊരു പരിപാടി, ഒരു 2 ആഴ്ച, ഒരു 1.5 ആഴ്ചയ്ക്ക് മുന്നേ 24 ഒരു പരിപാടി തമ്മിൽ എന്ന പരിപാടി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പണ്ട് കോട്ടയത്തുള്ള ഒരാളിന് വേണ്ടി ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറേ ആയുർവേദ ഗ്രന്ഥങ്ങളൊക്കെ റെഫർ ചെയ്തതിന് ശേഷമാണ് ആ വീഡിയോ കൊടുക്കുന്നത്. അപ്പോൾ അഷ്ടാംഗ സംഹിതയിൽ 38-ാം വാല്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഉപ്പുവെള്ളം പണ്ട് കാലങ്ങളിൽ നാടൻ ചികിത്സാ രീതിയിലും ആയുർവേദ ഗ്രന്ഥ രീതികളിലും പാമ്പ് കടിയേറ്റ് മുറുക്കൻ്റെയോ ശംഖുവരൻ്റെയോ കടിയേറ്റ് ഏതെങ്കിലും വിഷമുള്ള പാമ്പ്, ഞാൻ വിഷമെന്ന് പറയാനല്ല, വിഷമുള്ള പാമ്പുകളുടെ കടി കിട്ടുമ്പോൾ പൊക്കിളിന് ചുറ്റുമോ നെഞ്ചിലോ കഫം കിട്ടുന്ന സമയത്ത് ആ കഫത്തെ പുറത്തേക്ക് തള്ളിക്കാനായിട്ട് ഛർദി മരുന്നുകളും ഉപ്പ് വെള്ളത്തിൽ കലക്കി കൊടുത്ത് ഛർദ്ദിപ്പിച്ചിരുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ 24-ൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷവും ഒരു വ്യക്തി എന്ന് വെച്ചാൽ അദ്ദേഹം രാജവമ്പലം ഇങ്ങനെ എടുക്കരുതെന്നൊക്കെ ഞാനിങ്ങനെ ഒരു 2006 എടുത്തതിനെ കുറിച്ചൊക്കെ ഭയങ്കര കഥകളൊക്കെ പറഞ്ഞ ഒരാളായിരുന്നു. പക്ഷേ അതിന് ശേഷം അദ്ദേഹം 2017 നാട്ടിൽ അവിടെ കണ്ടുകൊണ്ടുവന്നവരൊക്കെ കഴുത്തി പിടിച്ച് ഞെക്കി പിടിച്ച് ഫോട്ടോ എടുത്തൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ട് മാത്രം ഇപ്പോൾ ഒരിക്കലും അത് തെറ്റിദ്ധാരണയാണ്, തെറ്റിദ്ധാരണ പരത്തുകയാണ്. ഒരിക്കലും പാമ്പ് കടിയേറ്റൽ ഉപ്പുവെള്ളം കുടിച്ചാൽ രക്ഷപ്പെടുമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഫസ്റ്റ് എയ്ഡ് ചെയ്യുമ്പോൾ കഫക്കെട്ടോ ശ്വാസതടസ്സമോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉപ്പുവെള്ളം കലർത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ കഫം പുറത്തേക്ക് തള്ളും. അതോടൊപ്പം നമുക്ക് അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനോ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനോ കഴിയുമെന്ന് മാത്രം നമ്മൾ ആ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞു. അതിനെ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ എന്താ പറയുക, മൊത്തം കുറ്റങ്ങൾ ചെയ്യുന്ന, മൊത്തം തെറ്റുകൾ മാത്രം ചെയ്യുന്ന ഒരു കഥാപാത്രം ആ ഉപ്പുവെള്ളം മാത്രം എടുത്ത് വെച്ച് കഥ പറയുന്നുണ്ടായിരുന്നു. ശുദ്ധമായ മണ്ഡലത്തിൽ നിങ്ങൾ ആ തെറ്റിദ്ധാരണയിൽ നിങ്ങൾ വീഴാതിരിക്കുക. കാരണം നമ്മുടെ ആൾക്കാർ വീണ്ടും തെറ്റിദ്ധാരണകൾ പരത്തി എന്നെ മാത്രം നിങ്ങൾ കണ്ടു ആ വീഡിയോയിൽ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. അവർക്കൊന്നും എന്നെ വിചാരണ ചെയ്യേണ്ട അധികാരമില്ല. അതിൽ ഒരാൾ പോലും കറപ്ഷനില്ലാത്ത ആളില്ല. ഒരാൾ മാത്രമാണ് വനംവകുപ്പിൻ്റെ ആളായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരിലും കുറേ കറപ്ഷൻ, 8-ലേറെ കറപ്ഷൻസ് ഉണ്ട്. പേരൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലും പേര് പറഞ്ഞു. പക്ഷേ ഒന്ന് ഓർക്കുക, ആ ഉപ്പുവെള്ളം എന്ന് പറയുന്ന സാധനം കുടിച്ചാൽ പാമ്പിൻ്റെ കടിയേറ്റാൽ രക്ഷപ്പെടുമെന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. വീണ്ടും ആവർത്തിക്കാൻ കാരണം അത് മാത്രം. അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ നമ്മുടെ പ്രോഗ്രാം കാണുന്നവരല്ല അദ്ദേഹത്തിന് ഓർക്കുക, അതിൻ്റെ ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്വന്തമായിട്ട് 199 കുറ്റങ്ങളുണ്ടെങ്കിലും ഒരു കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ പ്രേക്ഷകർ എന്നെ പറഞ്ഞുകൊണ്ട് പുള്ളി ഫേമസാവാൻ നോക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്നതിൻ്റെ മലയാളികൾ പറയാനുള്ളതൊന്നും വിശ്വസിക്കാതിരിക്കുക. അങ്ങനെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും അങ്ങനെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് എനിക്ക് സന്തോഷമുണ്ട്. എന്തെന്നറിയാം, എന്നെ വിമർശിക്കാൻ 10 പേരുണ്ടായിരുന്ന സമയത്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യാണ്ട് എനിക്ക് പറ്റുന്നു. ഇന്നലെ വരെ ഈ പാമ്പ് പദ്ധതി എടുക്കാൻ വരുന്നവരെ എനിക്ക് ഒരു റെസ്റ്റും ഇല്ലായിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ട്. കേരളത്തിൽ മാത്രം ലോകമെമ്പാടുമുള്ള ആൾക്കാർ, മലയാളികൾ ഉൾപ്പെടെ, മലയാളം അറിയാത്ത തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ, ചെന്നൈയിൽ നിന്ന് ഉൾപ്പെടെ ഉള്ളവർ തന്നെ നമ്മുടെ പ്രോഗ്രാം വീക്ഷിക്കുന്നവരിൽ ഒന്നും പേടിക്കേണ്ട സുരക്ഷിത. നിങ്ങൾ സന്തോഷമായിട്ട് പോയിക്കുക. നിങ്ങളെ തകർക്കാൻ വേണ്ടി, ഈ അസൂയയുടെയും കുശുവിൻ്റെ പേരിൽ നിങ്ങളെ മോശപ്പെടുത്താൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ആൾക്കാരാണ് അവർ. നിങ്ങൾ മൈൻഡ് ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ നമുക്ക് സന്തോഷമുണ്ട്, ഇത്രയും ആൾക്കാർ നമുക്ക് വീണ്ടും സപ്പോർട്ടുണ്ട്. നമ്മളെന്തായാലും ഒരു തെറ്റും ചെയ്യണം. നമ്മൾ കഷ്ടപ്പെട്ട് ഇതിൻ്റെ പിറകെ നടന്ന് ജീവിതവും കളഞ്ഞ് ഇതിനെ സേവ് ചെയ്യണം, നമ്മളെ ജനങ്ങളെ സേവനം എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി. അപ്പോൾ അത് നമുക്ക് 100% എനിക്കത് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇത് കണ്ടപ്പോൾ പലർക്കും സഹിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു പ്രഹസനം മാത്രമാണ് നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടത്. അല്ലാതെ ഇതിനപ്പുറം വേറൊന്നുമില്ല. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്ക്രാപ്പൊക്കെ കൂട്ടി വയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് പിടികൂടി ഒരു അത്ര വലിയ 4 വയസ്സിന് മേളിൽ 5 വയസ്സിന് താഴെ പ്രായം വരുന്ന ഒരു പെണ്ണത് ഈ വർഷം ഇണചേർന്നില്ല. ദേഹത്ത്
മുഴകളുള്ള എന്തായാലും കുഞ്ഞു കുഞ്ഞു മുഴകൾ വീണ്ടും വരുന്നു. ഈ മുഴകൾ ഇങ്ങനെ വരികയാണെങ്കിൽ കുറച്ച് ഒരു കൂടിപ്പോയാൽ ഒരു വർഷമോ മറ്റോ ഒക്കെ ഇദ്ദേഹത്തിന് ആയുസ് ഉണ്ടാവും. കാരണം പറയാൻ കാരണം നമ്മുടെ സ്നേക്ക് പാർക്കിൽ പൂജപ്പുര സ്നേക്ക് പാർക്കിലേക്ക് ഇങ്ങനെയുള്ള അതിഥികളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹം ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ അദ്ദേഹം മരണപ്പെട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. ഇതൊന്ന് കീറിയെടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കാത്തതാണ്. പാമ്പുകളായതുകൊണ്ട് നമുക്കത് മറ്റു മൃഗങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കീറിയെടുക്കുകയോ സർജറി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം സ്വയമേ ബോഡി ഇങ്ങനെ വികസിപ്പിച്ച് വരുന്നുണ്ട്. ആ സ്റ്റിച്ചൊക്കെ അങ്ങ് വിട്ടുപോവുകയും അതൊക്കെ മരണപ്പെടുകയും ചെയ്യും. അപ്പോൾ സ്റ്റിച്ച് ഇടുന്ന സമയത്തിന് അത് പിന്നെ നമ്മളപ്പം തന്നെ എന്തെങ്കിലും ഒരു മുറിവ് വന്നാൽ പാമ്പിനെ അങ്ങ് വിടുക എന്നുള്ളതാണ്. വിട്ട് കഴിഞ്ഞാൽ അവർ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ പോയി മാളത്തിനകത്തോ അല്ലെങ്കിൽ കരങ്ങിലിടുന്നകത്തോ വരുന്നു ആ മുറിവ് ഹീലാങ്ങി രക്ഷപ്പെടുക മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മൾ ഒരുപാട് യാത്രക്കിടയിൽ ഒരുപാട് ഇതുപോലത്തെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. നമ്മൾ വലിയ പാണ്ഡിത്യമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷുകാർ എഴുതിയ ബുക്കുകളൊന്നും റെഫർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബുക്കുകൾ റെഫർ ചെയ്ത് ജീവിക്കുന്നവർക്ക് ബുക്ക് പുഴുകളായിട്ട് ജീവിക്കാനേ കഴിയുള്ളൂ. നാച്ചുറലായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് പറയാൻ അവർക്ക് കഴിയുകയില്ല. കാലാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്നതിനനുസരിച്ച് പാമ്പുകളുടെ പ്രവണത രീതി കടിക്കാനുള്ള പ്രവണത കൂടുന്നു, അല്ലെങ്കിൽ ദേഹത്ത് മുറിവുണ്ടാകുമ്പോൾ കടിക്കാനുള്ള പ്രവണത കൂടുന്നു, മുട്ടയിട്ടിരിക്കുന്ന സമയത്ത് ടയർഡാവുന്ന സമയത്ത് നമുക്ക് കടിക്കാനുള്ള പ്രവണത കൂടുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ പാമ്പിനെ പിടിച്ച് കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ പറയാൻ പറ്റൂ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ പാമ്പ് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തുകൂടി പോലും പോകാത്ത വളരെ ദൂരെ നിന്ന് രാജഗോപാലൻ്റെ വയറ്റിൽ ഒരു പെരുമ്പാമ്പ് വിഴുങ്ങി കിടക്കുന്ന സമയത്ത് അതിൻ്റെ തലയിൽ പിടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഫോട്ടോ, ഒരാൾ തലയിൽ പിടിച്ചിരിക്കുന്നു, ഒരാൾ വാലി പിടിച്ചിരിക്കുന്നു. ആ വാലി പിടിച്ച ആളിനെ കൊണ്ട് വീണ്ടും തലയിൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ 2006 ഒരു രാജഗോപാലൻ ഞാൻ അടുത്ത് കഴുത്തിയിട്ട ഫോട്ടോ വെച്ചാണ് ഇന്നും പല ആൾക്കാരും ക്ലാസ് എടുക്കുന്നത്. അത് നിർത്തലാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം 2017 ഇങ്ങനെ മൃഗീയമായി കൊന്ന വീഡിയോസും അതിനിടയ്ക്ക് ആളില്ലാത്ത സ്ഥലത്ത് നിന്ന് പിടികൂടിയ രാജഗോപാലൻ മരണപ്പെട്ട വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിടികൊണ്ട് തുറന്നു വിട്ട സമയത്തുള്ള വീഡിയോസും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതിനൊന്നും ഞാൻ മുതിരുന്നില്ല. അതൊന്നും നമ്മുടെ വിഷയമില്ല. ഞാൻ എന്തായാലും വനംവകുപ്പിന് എതിരല്ല, വനംവകുപ്പ് എനിക്കും എതിരല്ല. 1-2 പേര് മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ സമയം കളഞ്ഞ് നമ്മൾ ഇദ്ദേഹത്തിനെ ചാക്കിലാക്കുകയാണ്. നമ്മൾ സമയം കളയുന്നില്ല, നമ്മൾ അദ്ദേഹത്തെ ചാക്കിലാക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സുമേഷ് അവറുകളുടെ വർക്ക്ഷോപ്പിൽ അദ്ദേഹത്തിൻ്റെ സ്ക്രാപ്പൊക്കെ വെക്കുന്ന സ്ഥലത്ത് ഒരു അതിഥിയെ കണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് തീരെ വയ്യാത്ത അതിഥിയാണെങ്കിൽ പോലും ഇവിടെ നല്ല ആരോഗ്യമുള്ള അതിഥികളുള്ള ഏരിയയാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഫീമെയിൽ അതിഥിയാണ്. ഏകദേശം 5 വയസ്സിന് താഴെ പ്രായം വരുന്ന ദേഹത്ത് മുഴയൊക്കെയുള്ള പെൺമൂർഖൻ അതിഥിയായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. ഇനി നമുക്ക് ഒരുപാട് കോളുകൾ ഉണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരുപാട് വ്യത്യസ്തമായ അതിഥികളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ അതിഥിയുടെ വിശേഷം നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ നന്ദി. നമസ്തേ.